ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഏകത എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കുവാൻ പോകുന്നത്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 15 വർഷക്കാലത്തിലധികമായി കേരളത്തിലെ വിവിധ പള്ളികളിൽ അവരുടെ പ്രതിമാസ പാരിഷ് ബുള്ളറ്റിൻ പുസ്തകത്തിലേക്ക് ഞാൻ ലേഖനങ്ങൾ എഴുതി കൊടുക്കുവാൻ തുടങ്ങിയിട്ട് പല ലേഖനങ്ങളും എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ലേഖനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഏകദേശം 200-ലധികം ലേഖനങ്ങൾ എഴുതുവാനും അവ കേരളത്തിലെ വിവിധ പള്ളികളിൽ നിന്നും ഇറങ്ങുന്ന പാരിഷ് ബുള്ളറ്റിനുകളിൽ പ്രസിദ്ധീകരിച്ചു വരുവാനുമുള്ള വലിയ കൃപ എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും തെരഞ്ഞെടുത്ത ലേഖനങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോ എപ്പിസോഡായി ചെയ്യുന്നത്. സഭാസംബന്ധമായി നിരവധി പുസ്തകങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും അവയിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുവാനും അവ ക്രോഡീകരിച്ച് വിവിധ ലേഖനങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ലേഖനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഏകത. മത അനുഷ്ഠാനം വഴിയുള്ള ദൈവസേവനവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വഴിയുള്ള മനുഷ്യ സേവനവും തമ്മിൽ ഒരു വടംവലി എപ്പോഴും നടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി മതത്തെ പലപ്പോഴും കാണുന്നു. അതേസമയം സാമൂഹ്യ സേവനത്തിൽ പരിപൂർണമായി മുഴുകുന്നത് ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും അവഗണനയായി ചിലർക്ക് തോന്നാം. ഈ തെറ്റിദ്ധാരണ പരിഹരിക്കുവാൻ ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവവും അവയുടെ ആന്തരികമായ സജീവ ഐക്യവും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അന്തിമാഗമന വേളയിൽ മനുഷ്യരെ വിധിക്കുന്നതിനുള്ള വ്യക്തമായ ഏക മാനദണ്ഡം അയൽക്കാരനോടുള്ള സ്നേഹമായി പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരായവരെ വരുവിൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം കരസ്ഥമാക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ ഈ സഹോദരിൽ ഒരുവനോട് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ സ്നേഹത്തെ അവഗണിക്കുന്നത് അരാജകത്വം ആണെന്നും അവസാന നാളുകളിലെ പീഡകളിൽ ഒന്നാമത്തേത് അതായിരിക്കുമെന്നും പറയുന്നു. സഹോദരരിൽ ഏറ്റവും എളിയവനോട് ചെയ്യുന്നത് ദൈവപുത്രൻ എന്ന നിലയിൽ മനുഷ്യരുടെ ഇടയിലുള്ള പരമദൈവ ആവിഷ്കാരമായ ക്രിസ്തുവിനോട് തന്നെ ചെയ്യുന്നതായി അവിടുന്ന് പരിഗണിക്കുന്നു. വിശുദ്ധ പൗലോസിന്റെ അഭിപ്രായത്തിൽ അയൽക്കാരനോടുള്ള സ്നേഹം നിയമത്തിന്റെ പൂർത്തീകരണമാണ്. തന്മൂലം അത് പരിപൂർണതയുടെ ശൃംഖലയാണ്. നാം പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടിയത്രേ ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ വിശദീകരിക്കുന്നു. നാം ദൈവത്തെ കാണുന്നില്ല, അതായത് ദൈവത്തെ തികച്ചും നേരിട്ട് അനുഭവിക്കുന്നില്ല. നമ്മിലുള്ള ദൈവത്തിൽ എത്തിച്ചേരുവാൻ കഴിയുക അന്യരിലുള്ള ദൈവത്തിലേക്ക് നാം എത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം എഴുതുന്നത്: ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ വ്യാജം പറയുന്നവനാണ്. കാരണം കാണാവുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. സഹോദര സ്നേഹം പിതാവിന് ക്രിസ്തുവിൽ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ സജീവമായ ഭാഗഭാഗിത്വമാണ്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നാം ഈ ദൈവസ്നേഹം തുടരുകയാണ്. പരിശുദ്ധാത്മാവ് വഴിയുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും സജീവ സാന്നിധ്യത്താൽ അനുഗ്രഹീതരായവർ അതേ ദൈവസ്നേഹത്താലാണ് പരസ്പരം സ്നേഹിക്കുന്നത്. ദൈവിക വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ മാതൃകയിൽ അവരും ഒന്നാകുന്നു. തന്മൂലം സഹോദര സ്നേഹം ദൈവസ്നേഹത്തിനുള്ള തയ്യാറെടുപ്പോ അതിൻ്റെ അനന്തരഫലമോ മാറ്റുരച്ചു നോക്കുവാനുള്ള കല്ലോ ഒന്നുമല്ല. പ്രത്യുത സഹോദര സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്.
ദൈവത്തിൻ്റെ സൃഷ്ടികളിലെല്ലാം ദൈവത്തെ കണ്ടെത്തിയാൽ സഹോദര സ്നേഹം എന്ന അനുഭവത്തിലൂടെയാണ് നമുക്ക് അവിടുത്തെ ഏറ്റവും അടുത്ത് അറിയുവാൻ കഴിയുക. ഇതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, ഒരേ സ്നേഹത്താൽ തന്നെയാണ് മനുഷ്യൻ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. ഇതോടൊപ്പം ആത്മാർത്ഥമായ മനുഷ്യ സ്നേഹം യഥാർത്ഥത്തിൽ ധാർമ്മികവും അഗാധവുമാണെങ്കിൽ വ്യക്തികൾക്ക് ഇതേപ്പറ്റി ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ദൈവസ്നേഹമായിരിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപാവരത്താൽ പ്രചോദിതമാണെന്ന് പറയുവാൻ നാം ഒട്ടും ശങ്കിക്കേണ്ട കാര്യമില്ല. ദുർഗ്രാഹമായ സ്പഷ്ടതയും അതിന് ചൈതന്യമേകുന്ന അസ്പഷ്ടമായ ആത്യന്തിക ലക്ഷ്യവും വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. മാനുഷിക പ്രവൃത്തി, രക്ഷാകര പ്രവൃത്തി എന്നിങ്ങനെയുള്ള വിവേചനം മാനുഷികമാണ്. യഥാർത്ഥ തലത്തിൽ ഈ വ്യതിരക്തത ഇല്ല. ധാർമ്മികമായ ഒരു പ്രവൃത്തി തികച്ചും സ്വതന്ത്രമായി മനുഷ്യൻ ചെയ്യുമ്പോൾ ഇന്നത്തെ രക്ഷാകര പദ്ധതിയിൽ അത് പ്രകൃത്യാതീതമായ രക്ഷാകര പ്രവൃത്തിയായി മാറുന്നു. ഈ പ്രവൃത്തിയുടെ വിഷയവും പ്രേരണയും ദൈവവചനത്തിൻ്റെ വെളിപാടിൽ നിന്ന് വരുന്നതല്ലായിരിക്കാം. അവയ്ക്ക് ദൈവത്തോട് വ്യക്തമായ ബന്ധം ഇല്ലെന്നും വരാം. എങ്കിലും ഈ പ്രവൃത്തി രക്ഷാകരമായി തീരുന്നത് ദൈവത്തിൻ്റെ സാർവത്രിക രക്ഷാകരമായ ഹിതമനുസരിച്ചാണ്. അനുനിമിഷം എല്ലാവർക്കും അവിടുന്ന് ദൈവീകരണ ശക്തിയുള്ള വരപ്രസാദം ദാനം ചെയ്യുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ശരിയായ ധാർമ്മിക പ്രവർത്തനത്തെ ദൈവികമാക്കി ഉയർത്തുന്നു. തന്മൂലം ആത്മാർത്ഥവും സമ്പൂർണവുമായ അർപ്പണം ഈ ലോകത്തിൽ കാണുമ്പോഴെല്ലാം ദൈവിക വരപ്രസാദത്താൽ പ്രചോദിതമായ രക്ഷാകര പ്രവൃത്തി നാം അതിൽ ദർശിക്കേണ്ടിയിരിക്കുന്നു. ഇതര മതവിശ്വാസികളെ മാത്രമല്ല, തികന നിരീശ്വരവാദികളെ പോലും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ഇത് നമ്മെ സാധ്യമാക്കി തീർക്കുന്നു. സഹജീവികളുടെ ഉന്നമനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി ആത്മാർപ്പണം നടത്തുന്നവരിലെല്ലാം വരപ്രസാദത്തിൻ്റെ രക്ഷാകര പ്രവർത്തനം അംഗീകരിക്കുവാൻ ഓരോ വിശ്വാസിയും സന്നദ്ധത പ്രകടിപ്പിക്കണം. അയൽക്കാരനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഒന്നിച്ച് മനുഷ്യ ജീവിതത്തിലെ ഏക മൗലികമായ പ്രവൃത്തിയാണെന്ന പ്രസ്താവനയെ ചില ദൈവവിശ്വാസികൾ എതിർത്തേക്കാം. ദൈവത്തെ നേരിട്ട് ബാധിക്കുന്ന മതാത്മകമായ അനുഷ്ഠാനങ്ങൾ സഹജീവികളുടെ സേവനത്തെക്കാൾ പ്രധാനമല്ലേ? പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് മാറി അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവല്ല ദൈവം. തന്മൂലം യഥാർത്ഥ ദൈവസ്നേഹം മനുഷ്യസ്നേഹം എന്ന വേർതിരിവിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും അസ്തിത്വത്തിൻ്റെ യഥാർത്ഥമായ ഉറവിടം ദൈവമാണത്രേ. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാ അനുഭവങ്ങളുടെയും ആത്യന്തികമായ അടിസ്ഥാനവുമാണ്. പ്രപഞ്ചത്തെ ലക്ഷ്യമാക്കിയുള്ള ഓരോ പ്രവർത്തനവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദൈവത്തിലാണ്. ആത്മാവിൻ്റെ അഗാധത്തിൽ ദൈവവുമായുള്ള മൗലികമായ ഞാൻ നീ ബന്ധം ഈ ലോകത്തിലെ ആളുകളോടുള്ള ഞാൻ നീ ബന്ധത്തിലും പരസ്പരാഭിമുഖ്യത്തിലുമാണ് നാം പ്രകടമാക്കേണ്ടത്. ഇതുകൊണ്ട് പ്രാർത്ഥന, ആരാധന എന്നിവയിലൂടെ ദൈവത്തെ ബോധപൂർവം സമീപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നാം ആരും ധരിച്ചു വെക്കേണ്ടതില്ല. മനുഷ്യ സ്നേഹപരമായ സംഭാഷണത്തിന് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവത്തോടുള്ള ബോധപൂർവമായ സംഭാഷണം വഴി, ധ്യാനാത്മകമായ പ്രാർത്ഥന വഴി ആഴം കൂട്ടുന്നു. സഹജീവികളുടെ സേവനത്തിനായി സ്വജീവിതം ചെലവഴിച്ച യേശു സർവരുടെയും നിത്യപിതാവിനോട് സംഭാഷിക്കുന്നതിനായി ദീർഘസമയം ഏകാന്തതയിൽ കഴിച്ചുകൂട്ടിയിരുന്നു. ലോകം ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിന് പ്രേരകമായി വർത്തിക്കുക ദൈവവുമായുള്ള ഐക്യമാണെന്ന് ഈ പ്രതിസന്ധിയെ മനുഷ്യർ മനസ്സിലാക്കണം. തികച്ചും പരമാർത്ഥനും പരിപൂർണനുമായ ദൈവത്തിലുള്ള സജീവ വിശ്വാസത്തിനു മാത്രമേ, നിത്യജീവിത അനുഭവത്തിനും സ്നേഹത്തിനും മാത്രമേ സഹജീവികളോട് അഗാധവും മൃദുലവും നിരന്തരവുമായ സ്നേഹം സേവനത്തിലൂടെ എന്നും പ്രകടിപ്പിക്കുവാനുള്ള ശക്തി നൽകുവാൻ കഴിയൂ. പ്രത്യേകിച്ചും നിസ്വാർത്ഥമായ സേവനം അവർക്ക് ഒട്ടും അർഹതയില്ലെങ്കിലും
തികച്ചും അനുപേക്ഷണീയമായി തീരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ്റെ പൊതുപ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുന്നു. കൂടാതെ കൂട്ടായ്മയുടെയും സാഹോദര്യത്തിൻ്റെയും ആന്തരിക ഭാവങ്ങൾക്ക് ആരാധനാത്മകമായ പ്രവൃത്തികളിലൂടെ ബാഹ്യരൂപം നൽകേണ്ടിയിരിക്കുന്നു. അവയിലൂടെയാണ് ദൈവം നൽകിയ എല്ലാ ദാനങ്ങൾക്കും നാം കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതും മനുഷ്യ പ്രവർത്തനങ്ങൾ അവയുടെ ആത്യന്തിക പൂർണ്ണതയെ പ്രാപിക്കുന്നതും. യഥാർത്ഥവും അർത്ഥവത്വവുമായ ആരാധന മനുഷ്യബന്ധങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുന്നു. പരസ്പരം കൂടുതൽ ദൃഢമായ ആത്മാർപ്പണത്തിനും സേവനത്തിനും അത് പ്രേരണ നൽകുന്നു. ദൈവത്തോടുള്ള നിർവ്യാജമായ സ്നേഹം സാമൂഹികമായി പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ഹൃദയം എല്ലാവിധ യാഥാർത്ഥ്യങ്ങളുടെയും നേരെ തുറക്കപ്പെടുകയല്ല, സഹജീവിയോട് കൂടുതൽ ദൃഢമായ സ്നേഹത്തിന് പ്രേരിതനാവുകയും ചെയ്യുന്നു. സർവ സൃഷ്ടികളുടെയും മേലുള്ള കർത്തൃത്വം മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് ലോകത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക മനുഷ്യൻ്റെ കർത്തവ്യമാണ്. തന്മൂലം മനുഷ്യനെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിക്കുക എന്നാണ്. പ്രപഞ്ച പുരോഗതിയെ നാം പുറത്തുനിന്നും വീക്ഷിച്ചാൽ മാത്രം പോരാ, അതിലേക്ക് പ്രവേശിച്ച് സജീവമായി പ്രവർത്തിക്കുക കൂടി വേണം. പ്രപഞ്ചം മുഴുവൻ ദൈവമഹത്വത്തിൻ്റെ ആവിഷ്കാരമാണ്. പ്രപഞ്ചം ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ ആ മനുഷ്യനോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ് അത്. പ്രപഞ്ചം പണി തീർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവല്ല. ദൈവശക്തി അതിൽ എപ്പോഴും പ്രവർത്തന നിരതമാണ്. ഈ പ്രപഞ്ചത്തെ പരിപൂർണമാക്കുവാനുള്ള പ്രവർത്തനത്തിൽ സഹകരിക്കുവാൻ ദൈവം ഓരോ മനുഷ്യനെയും ക്ഷണിക്കുന്നു. അങ്ങനെ ദൈവമഹത്വം സമ്പൂർണമാവുകയും മനുഷ്യരെല്ലാം അതിൽ പങ്കുകൊള്ളുകയും ചെയ്യണം. ദൈവിക ഛായ ദർശിക്കുന്നത് മൂലം ഉളവാകുന്ന പ്രപഞ്ച സ്നേഹം പ്രപഞ്ചത്തിൽ വ്യാപകമായുള്ള ഭൗതിക തിന്മകൾക്കും ധാർമ്മിക ഭ്രംശനത്തിനും അതീതമായി ഒരു ശുഭാപ്തി വിശ്വാസം നമ്മിൽ ജനിപ്പിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ അന്തിമ വിജയത്തിൽ നമുക്കുള്ള പ്രതീക്ഷ പ്രകടമാക്കുവാൻ പറ്റിയ അവസരങ്ങളാണ് അവ. അവയെ ദൈവസഹായത്താൽ അഭിമുഖീകരിക്കുവാനുള്ള ആഹ്വാനവും നമുക്ക് ലഭിക്കുന്നു. തിന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ദൈവിക പരിപാലനയിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. ദൈവമക്കളായ സഹജീവികളുടെ ക്ഷേമത്തെ പ്രതി പ്രകൃതി ഭീഷണികൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ പോരാടുവാൻ സ്വയം ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ഉപകരണമായി പ്രവർത്തിക്കുവാൻ സ്നേഹം പ്രചോദനം നൽകുന്നു. ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആ ദുരിതമനുഭവിക്കുന്ന ജനത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. ഇതാണ് ദൈവസ്നേഹം. ഇതിനെ പറയുന്ന പേരാണ് സഹോദര സ്നേഹം. ഇതിനെ പറയുന്ന പേരാണ് പ്രപഞ്ച സ്നേഹം. നാം സ്നേഹത്തോടെ ഒത്തൊരുമിച്ച് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ, അവരുടെ കഷ്ടപ്പാടുകളിൽ അവരോടൊപ്പം നിന്നപ്പോൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. പരിണാമത്തിൻ്റെ ആരോഹണഗതിയിലെ സ്വാഭാവിക മാധ്യമമാണ് സ്നേഹം. ഇന്ന് എന്നത്തേക്കാളും ഉപരിയായി സ്നേഹ ചൈതന്യം ജീവിത സംരംഭങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മനുഷ്യവർഗം സ്നേഹത്തിലൂടെ ഒന്നാകുമ്പോൾ മാത്രമേ അത് മനുഷ്യ വ്യക്തികളുടെ ആത്മഭാവം പുലർത്തിക്കൊണ്ടുള്ള യഥാർത്ഥ സമാഗമം ആവുന്നുള്ളൂ. ഇതിന് മനുഷ്യ വ്യക്തികളോടുള്ള സ്നേഹം മാത്രം പോരാ, സമുദായത്തോടും പ്രപഞ്ച പ്രക്രിയ മുഴുവനോടും സ്നേഹം പുലർത്തിയേ മതിയാകൂ. എന്നാൽ മാത്രമേ ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഏകത ദർശിക്കുവാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഏകത എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇത്രയും നേരം ശ്രവിച്ചത്. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.